ഹലോ സോൾജേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ ബാംഗ്ലൂരാണ് കേട്ടോ. ബാംഗ്ലൂരിൽ ശനിയാഴ്ചയായി ഉച്ചയ്ക്ക് 1 മണിയായിട്ട് മഴയാണ്. ഇവിടെ വൻ മഴയും വെള്ളപ്പൊക്കവും കാര്യങ്ങളുമാണ്. നമ്മുടെ കയ്യിൽ ക്യാമറ മൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് വണ്ടിയുടെ മുന്നിൽ തന്നെ മൗണ്ട് ചെയ്തത്. പിന്നെ ഒരു രസമായിരിക്കുമല്ലേ മുന്നിലത്തെ വ്യൂവും കാര്യങ്ങളും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമുക്ക് നോക്കാം ഇന്ന് വ്ളോഗ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞിട്ട്. കാര്യം നമ്മുടെ മൈക്ക് വന്നിട്ട് ഞാൻ മൗണ്ട് ചെയ്തിരിക്കുന്നത് ഫോണിലാണ്. ഫോണിൽ മൗണ്ട് ചെയ്തത് കൊണ്ട് ചിലപ്പോൾ വോയിസ് കുറച്ച് ഡിമ്മാവാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ബാംഗ്ലൂരിൽ നല്ല മഴയാണ്. മഴയെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 3 ദിവസം കൊണ്ട് ന്യൂസിലൊക്കെ നല്ല നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല വൈറലായിട്ടുള്ള ഒരു സംഭവമൊക്കെയാണ്. നമ്മുടെ മാന്യത ടെക് പാർക്ക് ഹെബ്ബാൾ ഫുള്ള് വെള്ളപ്പൊക്കം, ഹിഡൻ വാട്ടർഫാൾസ് എന്നൊക്കെ. പക്ഷെ അത് ശരിയാണ്. ഈ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഒരു മാക്സിമം പോയ ഒരു 2-3 മണിക്കൂർ ആ രാത്രി കൊണ്ട് തന്നെ ഇവിടുത്തെ BBMP ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അതിനവരെ സമ്മതിക്കണം കേട്ടാ. പക്ഷേ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെ കെട്ടിക്കിടക്കുന്നെങ്കിലും ബാംഗ്ലൂരിലെ അവസ്ഥ ഇതാണ്. നമ്മളിവിടുന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതുവഴി പോവാം. ഇവിടുത്തെ ഒരുപാട് മാറിയിട്ടുണ്ട് ബാംഗ്ലൂർ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവിടെ കുറച്ചുകൂടി റെഡിയാകാനുണ്ടെന്ന് തോന്നുന്നത് ഇവിടുത്തെ റോഡാണ്. റോഡ് വലിയ പ്രശ്നമൊന്നുമല്ല, പക്ഷേ റോഡ് കുറച്ചുകൂടി റെഡിയാവുകയാണെങ്കിൽ ബാംഗ്ലൂർ മൊത്തത്തിൽ സെറ്റാണ്. കാര്യം ഒരുപാട് കാര്യങ്ങളൊക്കെ ചടപടയെന്ന് അവർ ക്ലിയർ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്. അപ്പം ഈ ഒരു സീൻ കൂടി ഒന്ന് റെഡിയാക്കി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാംഗ്ലൂർ സെറ്റായിരിക്കും. കാര്യം റോഡിനടുത്ത് നല്ല കുഴി, ഇതിപ്പോഴൊന്നല്ല അന്ന് മുതലേ ഇങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു. പിന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ റോഡൊക്കെ ഇട്ടൊന്ന് ഫുള്ള് സെറ്റാക്കിയൊക്കെ വച്ചിരിക്കുന്നതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ബാംഗ്ലൂരല്ലേ. പിന്നെ നമ്മുടെ ഈ GoPro എത്ര നേരം റെക്കോർഡിങ് നിൽക്കുമെന്ന് അറിയില്ല. അതാണ് അടുത്ത സീന്. നോക്കാം. 2024 ഞാൻ GoPro Hero 5 വെച്ചിട്ടാണ് വ്ളോഗ് എടുക്കുന്നത്. സോ അതിൻ്റേതായ പോരായ്മകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2024 GoPro Hero 5 യൂസ് ചെയ്യുന്നത് വർത്താണോ ഇല്ലയോ എന്ന് കൂടി നമുക്ക് നോക്കാം. ഇവിടെ വീണ്ടും കണ്ടില്ലേ, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. 4 സൈഡും ചുറ്റിയിട്ടും നല്ല ഇരുണ്ടിട്ടാണുള്ളത്. നല്ലൊരു മഴ പെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. നല്ലൊരു മഴ എന്ന് പറഞ്ഞാൽ നല്ലൊരു മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് അവസ്ഥ എന്ന് നോക്കാം. ഞാനിപ്പോൾ രാവിലെ 8 മണിക്ക് ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ്. അപ്പോൾ രാവിലെ എണീറ്റ് പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. ശരി, ഓക്കെ. അപ്പോൾ എന്നാൽ പിന്നെ രാവിലെ നല്ല മഴ പെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടി ഡിലേ ആയിട്ട് ഇറങ്ങാൻ നോക്കുമ്പം ഇപ്പോഴും വീണ്ടും മഴ ഒന്ന് തോർന്നത് കറക്റ്റ് പറയുമ്പോൾ ഇപ്പോഴാണ് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇറങ്ങാമെന്ന് പറഞ്ഞ് ഫുള്ള് പാക്ക് ചെയ്തിട്ട് വീണ്ടും ഞാൻ പുറത്തിറങ്ങി വന്ന് നോക്കുന്നു പുറത്തൊന്നും മഴയില്ല. ഞാൻ ഫുള്ള് പാക്ക് ചെയ്തിട്ട് വീണ്ടും പുറത്തുനിന്ന് നോക്കുമ്പോൾ വീണ്ടും മഴ. എമ്മാതിരി സീനം നോക്ക്. എൻ്റെ ഫ്രണ്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ബാംഗ്ലൂർ ക്ലൈമറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ. ശരിയാണ്. ബാംഗ്ലൂർ ക്ലൈമറ്റ് ഈസ് അൺപ്രഡിക്റ്റബിൾ തന്നെയാണ്. ഇവിടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ എങ്ങനെയാണെന്ന് അറിയോ, രാവിലെ അത്യാവശ്യത്തിന് തണുപ്പുണ്ടാവും കേട്ടോ. രാവിലെ മഴ ഉണ്ടാവില്ല, തണുപ്പുണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ചെറിയ അത്യാവശ്യത്തിന്
വെയിലുണ്ടാവും, ചൂടുണ്ടാവില്ല, വെയിലാണ്. അപ്പം ചൂടുണ്ടാവില്ല എന്നല്ല, ചൂടുണ്ടാവും, പക്ഷെ നമ്മളെ നാട്ടിലത്തെ അത്ര ചൂടുണ്ടാവില്ല. പിന്നെ വൈകിട്ടാണെങ്കിൽ നല്ല മഴയും രാത്രി തണുപ്പും, ആ ഒരു സീനാണ് ഇപ്പോൾ ബാംഗ്ലൂർ. ഇപ്പം 3 ക്ലൈമറ്റും ചേർന്ന് വന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ഇപ്പം ജീവിക്കാൻ നല്ല രസമാണ്. പിന്നെ നമ്മുടെ ഈ MT-15 ഞാൻ നാട്ടിൽ നിന്ന് ഇതുവരെ ഓടിച്ചിട്ടാണ് വന്നത് കേട്ടോ. പക്ഷേ എനിക്ക് ഓടിച്ചിട്ട് വന്നപ്പോഴേക്കും 1-2 ചെറിയ പോരായ്മകളൊക്കെ തോന്നിയിട്ടുണ്ട്. പോരായ്മകൾ മീൻസ് അത്തരത്തിലുള്ള പോരായ്മകളൊന്നുമല്ല. അതായത് എന്താ പറയുക, ഈ നോർമലായിട്ടുള്ളത് തന്നെ നമ്മൾ ഇരിക്കുമ്പോഴുള്ള നമ്മുടെ ഈ നിതംബത്തിലെ പെയിന്, പിന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പം കയ്യിലെ പെയിന്, അത് ഇത്ര ദൂരം ഓടിച്ചതുകൊണ്ടാണ്. പക്ഷേ ബമ്പർ ടു ബമ്പറിൽ പോവുകയാണെങ്കിൽ പോലും എനിക്ക് കൈ നല്ല പെയിൻ എടുക്കുന്നുണ്ട്. വേറെ പറയാനായിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ വന്നപ്പോൾ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ നാടുകളിലൊക്കെ ആണെങ്കിൽ എപ്പോൾ ആണെങ്കിലും നമുക്ക് വണ്ടീനെ സർവീസിന് കൊണ്ട് കയറ്റാം അല്ലേ. രാവിലെ മുതൽ വൈകിട്ട് 3 മണി എപ്പോൾ ആണെങ്കിലും കൊണ്ട് കയറ്റാം. പക്ഷേ ബാംഗ്ലൂർ വണ്ടി സർവീസ് ചെയ്യണമെങ്കിൽ രാവിലെ 11 മണിക്കുള്ളിൽ വണ്ടി കയറ്റിയാലേ നമുക്ക് വണ്ടി സർവീസ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ വണ്ടി സർവീസ് ചെയ്യാനേ പറ്റില്ല. അവർ വണ്ടി സർവീസ് ചെയ്തിട്ടില്ല, കൊണ്ടുപോയിട്ട് നാളെ കൊണ്ടുപോകാമെന്ന് പറയും. അത്രയ്ക്ക് സീനാണ്. പക്ഷേ നമ്മുടെ നാട്ടിലത്തെ അത്ര വണ്ടികൾ ഇവിടെ ഇല്ലെങ്കിൽ പോലും ഇത് തന്നെയാണ് ഇവർ പറയണത്. കാര്യം ഒരുപാട് വണ്ടികൾ ഇവിടെ കയറുന്നുണ്ട്. ഇവിടെ സർവീസ് സെൻറ്റേഴ്സ് കുറവാണ് നാട്ടിൽ വെച്ച് നോക്കുമ്പം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓയിൽ ചേഞ്ച് ചെയ്യണമായിരുന്നു. അവിടെ കൊണ്ടുപോയപ്പം അവിടെ സീനായിരുന്നു. അവരെൻ്റെ അടുത്ത് അടുത്ത ദിവസം കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു. അപ്പോൾ രാവിലെ ഡ്യൂട്ടിയും കാര്യങ്ങൾക്കും പോകാനുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്ത് നേരെ ഷെല്ലി കൊണ്ട് കയറ്റിയപ്പോൾ തന്നെ അവിടുത്തെ മച്ചാൻ പറഞ്ഞു, ഇത് ഓയിലൊക്കെ നല്ല കട്ടിയായിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ എൻജിനൊന്ന് ഫ്ലഷ് ചെയ്യണം, ഫ്ലഷ് ചെയ്ത് എൻജിനൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഷെല്ലിലെ ഓയിലിന് മാത്രം തന്നെ 650 രൂപ എങ്ങാണ്ട് വിലയുണ്ട്. പിന്നെ ഓയിൽ ഫ്ലഷ് ചെയ്ത് എല്ലാം കൂടി ആയപ്പോഴേക്കും ഒരു 1000 രൂപ. പക്ഷെ കൊള്ളാം കേട്ടോ. 4000 കിലോമീറ്റർ ഓടിയിട്ട് ഒന്നുകൂടി മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സീനാണ് ഷെല്ലിൽ അവർ പറഞ്ഞു വെച്ചത്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് റൈറ്റാണ് പോകേണ്ടത്. റൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാക്കുകയല്ല, സർവീസ് റോഡാണ് നമ്മൾ പോകുന്നത്. പഴയ വണ്ടി പൊളി അടി. ഇതാണ് ITI ഗേറ്റ് കേട്ടോ. ഇവിടെ ഈ വലത്തെ സൈഡ് കാണുന്ന അപ്പുറത്തെ സൈഡ് കേട്ടോ, ഇതല്ല, അപ്പുറത്തെ സൈഡ് ഫുള്ള് അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് ഫുള്ള്. പക്ഷേ ഇങ്ങോട്ടേക്ക് കുഴപ്പമില്ല കേട്ടോ. ഇതാണ് ITI ഗേറ്റ്. ഇവിടെ നിന്ന് നമ്മളിപ്പം പോകുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിലാണ് നമ്മളെ KGF-ലൊക്കെ പോവുക. നമ്മളിപ്പോൾ പോകുന്നത് എങ്ങോട്ടെന്നറിയോ? നമ്മളിപ്പം ഇതാണ് ടിൻ ഫാക്ടറി ബ്രിഡ്ജ്. അപ്പോൾ ടിൻ ഫാക്ടറി ബ്രിഡ്ജ് KRBറ റെയിൽവേ സ്റ്റേഷൻ അടിയിൽ കൂടി കയറിയിട്ട് അണ്ടർപാസ് കയറിയിട്ട് നമ്മളിപ്പോൾ പോകുന്നത് മാർത്തള്ളി റൂട്ടാണ്. പക്ഷെ മാർത്തള്ളി വഴിയല്ല പോകുന്നത്, നമ്മൾ പോകുന്നത് ഒയ്ഫീൽഡ് വഴിയാണ്. ബാംഗ്ലൂർ വന്ന് താമസമുള്ളവർക്കൊക്കെ അറിയാം റൂട്ടൊക്കെ. ഞാൻ ഈ സ്ഥലങ്ങളൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ ആദ്യമായിട്ട് കേൾക്കുമ്പം ഇത് ഏതാ റൂട്ടെന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെയാണ്. ഞാൻ ഈ റൂട്ടുകളൊക്കെ പറഞ്ഞു പോവുകയാണെങ്കിൽ ഈ വ്ളോഗ്സൊക്കെ എൻ്റെ ഈ വരാൻ പോകുന്ന വ്ളോഗൊക്കെ കാണുന്നവർക്ക് ബാംഗ്ലൂർ തന്നെ വരാണ്ട് തന്നെ സ്ഥലങ്ങളൊക്കെ ഏകദേശം ഫെമിലിയർ ആവും. ഞാൻ 2-3 വട്ടമായി ഇതുപോലെ വ്ളോഗ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് GoPro Hero 5 ആണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുമ്പം ഇരുട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും ക്ലിയർ ഉണ്ടാവില്ല. പിന്നെ ഉള്ള മെയിൻ പ്രശ്നം എന്ന് പറയുമ്പം ഇത് രണ്ടും പോട്ടെ, നമുക്ക് റെക്കോർഡ് ചെയ്യാമെന്ന് പറയും, ഫോണിൽ വ്ളോഗ് റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും മഴ. ഇതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മാതിരി ഷോക്കായിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാം. റൈറ്റ് പോയാൽ നമ്മളെ KRBറ റെയിൽവേ സ്റ്റേഷനാണ്. ഇതിനകത്ത് SD കാർഡ് ഇടയ്ക്കിടയ്ക്ക് എറാവലുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യണമെന്നറിയോ, ഇടയ്ക്കിങ്ങനെ നോക്കുന്നത് SD കാർഡ് എറാവുന്നുണ്ടോ ഇല്ലയോ എന്ന്. പിന്നെ അത് ക്യാമറ നല്ല ഷേക്കുണ്ട്. ഇനി ചെന്നിട്ട് കുറച്ച് സ്റ്റെബിലൈസേഷനൊക്കെ ചെയ്യണം. സീനാണ്. ഒരു പുതിയൊരു ക്യാമറ വാങ്ങണവരെയൊക്കെ നിങ്ങളിങ്ങനെ ഈ ഇതുപോലത്തെ വ്ളോഗൊക്കെ കണ്ട് അഡ്ജസ്റ്റ് ഇതേ കാണുന്നുണ്ട്. നിങ്ങൾ മഴ കയറിക്കണുണ്ട, നല്ല മഴ കയറി നിൽക്കുന്നുണ്ട് മോനെ.
ഞാനിപ്പോൾ പോകുന്ന സ്ഥലത്ത് മഴ പെയ്യാണ്ടിരുന്നാൽ കൊള്ളാം. സംഭവം ഞാൻ കാണാൻ പോകുന്ന അനിയത്തിനാണ്. അപ്പോൾ അവർക്കൊരു സസ്പെൻസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കുറേ ഞാൻ ഉള്ളടത്ത് പോയിട്ട്. പിന്നെ ഇവിടുത്തെ പെട്രോളിൻ്റെ റേറ്റ് പറഞ്ഞുതരാം കേട്ടോ. ഇന്ത്യൻ ഓയിലിൽ 102 എങ്ങാണ്ടേ ഉള്ളൂ, തമിഴ്നാട് റേറ്റാണ്. പിന്നെ നയറയിൽ കയറുകയാണെങ്കിൽ 104. മെയിൻ വെള്ളപ്പൊക്കം ആവുന്ന സ്ഥലങ്ങളിൽ, വെള്ളപ്പൊക്കം ഇല്ലെങ്കിൽ അത്യാവശ്യത്തിന് ചെളി കൂടുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത്. മുളകൊക്കെ വയ്ക്കുന്നത്. നമുക്ക് കുറച്ച് പതുക്കെ പോവാം, ഇല്ലെങ്കിൽ ക്യാമറ നല്ല ഷേക്കായിട്ട് സീനായിരിക്കും. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ റൂട്ട് വന്നപ്പോഴേക്കും ഒരു ചെറിയ ആക്സിഡൻ്റ് എന്ന് പറയാൻ പറ്റില്ല, രണ്ടുപേരും വന്നപ്പോൾ മാറി മാറി തട്ടി. അപ്പം ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് ബാംഗ്ലൂരിൽ എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു കാര്യമാണ്. അധികം ഇവിടെ ഉള്ളവർക്ക് അറിയാം, ചെറിയൊരു തട്ട് കിട്ടിയാലും ഓക്കെ പോട്ടെ എന്ന് പറഞ്ഞ് വിട്ട് പോകും നമ്മൾ. പക്ഷേ ചിലരുണ്ട് കേട്ടോ, ഇവിടെ ഉള്ളവരല്ല, ഈ നമ്മളെ പോലെ തന്നെ വന്ന് ഇവിടെ പഠിക്കുന്നവരും ജോലി ചെയ്യുന്നവരും തട്ടി വീഴുകയാണെന്നുണ്ടെങ്കിൽ തൂക്കില്ല. തൂക്കുന്നതിന് വരെ എന്ത് ചെയ്യുമെന്ന് അറിയാം, ആർഗ്യ ചെയ്തുകൊണ്ടേക്ക് ഇത് എൻ്റെ തെറ്റല്ല നിൻ്റെ തെറ്റാണ്, എൻ്റെ തെറ്റല്ല നിൻ്റെ തെറ്റാണ്. ഒരിക്കലും അങ്ങനെ കാണിക്കാൻ പാടില്ല. റോഡിൽ വീഴുകയാണെന്നുണ്ടെങ്കിൽ ആരുടെ സൈഡ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, ഡാമേജ് ഉണ്ടെങ്കിൽ സൈഡൊന്ന് വണ്ടി എടുത്ത് മാറ്റിയിട്ട് ഓക്കെ പ്രോബ്ലം സോൾവ് ചെയ്യുക. എന്നിട്ട് റോഡിൽ അങ്ങനെ കാണിക്കരുത്. കാര്യം ഒന്നാമത് നല്ല ബ്ലോക്കുള്ള ഒരു റോഡും കൂടിയാണ് ഇതൊക്കെ. ഇത് ബാംഗ്ലൂർ സിറ്റി എന്ന് പറയുമ്പം അത്യാവശ്യത്തിന് നല്ല ബ്ലോക്കുള്ള സ്ഥലങ്ങളാണ്. കാര്യം ഒരുപാട് IT സെക്ടേഴ്സൊക്കെ ഈ റൂട്ടുണ്ട്. ആക്സിഡൻ്റ് കിടക്കുമ്പോഴേക്കും ഞാൻ അത്യാവശ്യത്തിന് കുറേ പേരെ കണ്ടിട്ടുണ്ട് ഇതുപോലെ. വണ്ടി എടുത്ത് മാറ്റില്ല, നടു റോട്ടിൽ നിന്നിട്ട് തന്നെ അവരിങ്ങനെ ബഹളം ഉണ്ടാക്കും. ബഹളം എന്ന് പറഞ്ഞാൽ 1-1.5 ഒച്ച ഉണ്ടാക്കും ഇവിടെ കിടന്നിട്ട്. എന്നിട്ട് ബാക്കിയുള്ളവർ ഇവരെ പിന്നാലെ പോസ്റ്റ് അടിച്ച് നിൽക്കുക. എന്തൊക്കെയാണ് കാണിക്കണവർ? ഭ്രാന്താവും. നമ്മൾ തന്നെ എത്രയോ ചിലപ്പം ഓടിയിട്ടൊക്കെ ഒന്ന് ക്ഷീണമായിട്ടൊക്കെ ലോങ് റൈഡൊക്കെ ഒന്ന് ക്ഷീണമായിട്ടൊക്കെ നിൽക്കണമായിരിക്കും. അതിനിടയ്ക്ക് ഇവരെ പ്രശ്നങ്ങൾ കാരണം വണ്ടി ഫുള്ള് ബ്ലോക്ക്. ഒന്നുമില്ല, വേറെ ഫ്രണ്ടിൽ വണ്ടിയൊന്നും ഉണ്ടാവില്ല, ഇവരെ പ്രശ്നം കാരണം ഫുള്ള് ബ്ലോക്കായിരിക്കും. അങ്ങനെയൊക്കെ ഇവിടെ സീൻ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. പക്ഷേ ഇതുപോലത്തെ റോഡുകളാണെങ്കിൽ നമ്മൾ ഇട റൂട്ട് എടുത്തെടുത്ത് പോകും. ആ ഒരു സീനുണ്ട് കേട്ടോ. ഓ ഭാഗ്യം, അണ്ടർപാസിൽ വെള്ളമില്ല. മേലെ കാണുന്ന ബ്രിഡ്ജാണ് മാർത്തള്ളിയിലോട്ട് പോകുന്നത്. പക്ഷെ നമ്മൾ പോകുന്നത് മാർത്തള്ളിയിലാട്ടോ, നമ്മൾ പോകുന്നത് വൈറ്റ് ഫീൽഡാണ്. വൈറ്റ് ഫീൽഡ് വഴി കൂടിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഞാനിവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്ക് കറക്റ്റായിട്ട് പോകും കേട്ടോ. ഒരു വൻ സംഭവം ഉണ്ടായി. ഇവിടെ നിന്ന് തിരിച്ചു വരാൻ നേരത്ത് ഞാൻ ഒരു നാറിയുടെ ചോദിച്ചിരുന്നു, ചേട്ടാ ഇവിടുത്തെ ഇതിലാണ് എങ്ങനെ നമ്മൾ കന്നഡ അധികം അറിയില്ലെങ്കിലും ജായ്സിൽ മിക്സ് ചെയ്തിട്ടൊക്കെ മനസ്സിലാകുന്ന രീതിക്ക് ചോദിക്കും. ഞാൻ ചോദിച്ചു ഇവിടെ നിന്ന് നമ്മൾ ഈ എങ്ങോട്ടേക്കാണ് ടിൻ ഫാക്ടറിയിലോട്ട് പോകണം എങ്ങോട്ടാണെന്ന് ചോദിച്ചു. ഓനാണെങ്കിൽ അറിഞ്ഞു ഒന്നും നോക്കണ്ട വച്ച് പിടിച്ചോ. ഞാനും ശരി ഓക്കെ വച്ച് പിടിച്ചു. സംഭവം നമ്മുടെ ഓഫ് ആം സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് വരേണ്ടത്. എനിക്കത് അറിയില്ല കേട്ടോ. ഞാൻ ഈ റൂട്ട് പണ്ടെങ്ങാണ്ട് വന്നിട്ടുള്ളതാണ്, പക്ഷെ അതിനുശേഷം കുറേ കാലത്തിന് ശേഷമാണ് ഈ റൂട്ട് പോകുന്നത്. ഓഫ് ആം സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ഓക്കെ ലെഫ്റ്റ് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴേക്കും എനിക്ക് ആ സിഗ്നലിൻ്റെ ഇത് വിട്ടുപോയി. കാര്യം അതിന് മുമ്പത്തെ ദിവസം ഞാൻ ഇതിൽ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഷോർട്ട് കട്ട് എടുക്കാം, പമ്പിനകത്തൂടി അറിയാം പുറത്തിറങ്ങാം. ഇതേ കാറ് വരെ പോകുന്നുണ്ട. ഇതാണ് അടുത്ത സീൻ. പെട്രോൾ അടിക്കാനല്ല പോകുന്നത് കേട്ടോ. ആ ബ്ലോക്കിൽ ഇടയിൽ കൊണ്ടിട്ട് ബൈക്കുകാരന്മാർക്ക് പോകാനുള്ള വഴി ബ്ലോക്കാക്കാൻ വേണ്ടിയിട്ടാണ്. തീർന്നില്ലേ? ഇനിയിപ്പം അവനും പോകാൻ പറ്റില്ല, നമുക്കും പോകാൻ പറ്റില്ല. അമ്മാര് ബ്ലോക്ക് അടിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടെന്ന കാര്യം പറഞ്ഞില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ നടന്നിരുന്നു. ഞാൻ സ്ട്രെയിറ്റ് വരുന്നുണ്ട്, വരുന്നു. അപ്പം നമ്മുടെ ഇത് മെട്രോയുടെ ബ്രിഡ്ജാണിത്. അപ്പം ഇതിനെ ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ വരാൻ പറ്റും. ഞാൻ സ്ട്രെയിറ്റ് പോകുന്നുണ്ട്, മെട്രോ ബ്രിഡ്ജും കാണുന്നു. ഇതെന്താണ് സ്ഥലം എത്താത്ത നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് സംഭവം നമ്മൾ റൂട്ട് തെറ്റിപ്പോയി. റൂട്ട് തെറ്റിയിട്ട് പോയത് ഓസ്കൂർ റൂട്ട്. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും തിരിച്ച് അന്ന് രാവിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അതിന് പോകാനായിട്ട് കണക്കായിട്ട് ഞാൻ ശരിക്കും ഇവിടെ നിന്ന് പറയുമ്പോൾ ഈ ബ്ലോക്ക് ഉണ്ടെങ്കിലും അരമണിക്കൂറിലൊക്കെ നമ്മളവിടെ എത്തേണ്ടതാണ്. പക്ഷെ അന്ന് ഞാൻ പോകുന്നു എത്തുന്നുമില്ല. 1 മണിക്കൂർ അടുപ്പിച്ചായി. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു ഓട്ടോ ഡ്രൈവറെ അടുത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചോദിച്ചതും
അതെ, പിന്നെ അവിടെ ചെന്ന് ചോദിച്ചപ്പോഴും അങ്ങേര് പറഞ്ഞത് ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് കിട്ടുമോ. എന്താ മോനെ ബ്ലോക്ക് ഉണ്ടോ? ഇതാണ് ഇവിടുത്തെ ബ്ലോക്ക്. പക്ഷെ ഇതൊന്നും ഒരു ബ്ലോക്കല്ല ഇവിടെ. ഇതൊക്കെ ഒന്നുമല്ല മോനെ ബ്ലോക്ക് ഇവിടെ. ഇതൊക്കെ ചെറുത്. ഫ്രണ്ടിലൊരു സിഗ്നൽ ഉണ്ട്, അതിൻ്റെ ബ്ലോക്കായിരിക്കും. ഞാൻ ഈ വീഡിയോയിന് ഒന്നിൽ കട്ട് ചെയ്ത് പാർട്ട് ബൈ പാർട്ടായിട്ട് ഇടാം. ഇല്ലയെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുന്ന പാർട്സൊക്കെ മാക്സിമം ഇതാക്കിയിട്ടിടാം. കാര്യം ഞാൻ യൂട്യൂബിലധികം വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ല എന്നല്ല, നമ്മൾ ഇട്ടിട്ടില്ല. ഈ ഗോപ്രോയിൽ SD കാർഡ് എററാവുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എന്തിൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല. അത് കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഒരിക്കൽ വ്ളോഗ് ചെയ്യാൻ പോയപ്പോഴേക്കും ഇതേ സെയിം സീന് കിട്ടിയിരുന്നു. എററായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ എററാവണമെന്ന് അറിയില്ല. അപ്പോൾ ഈ വ്ളോഗ് കാണുന്ന ആരെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ, ഞാൻ യൂട്യൂബിലും വീഡിയോസ് നോക്കി എന്തുകൊണ്ടാണ് എററാവുന്നതെന്ന്, പക്ഷേ ഒരു ഇതുമില്ല. അറിയാവുന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ച് യൂസ്ഫുൾ ആയിരിക്കും അടുത്ത വ്ളോഗ് ചെയ്യാനായിട്ട്. കാര്യം നമ്മുടെ കയ്യിൽ വേറെ ക്യാമറ ഇല്ല. ഒന്ന് വാങ്ങുന്നത് വരെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മളിപ്പോൾ ഉള്ളത് മെട്രോ സ്റ്റേഷൻ്റെ അടിയിലാണ്. MT-15 ഒരു കാര്യത്തിന് സമ്മതിക്കണം കേട്ടാ. അതിൻ്റെ കാര്യം മൈലേജ് ഒരു രക്ഷയില്ലാത്ത മൈലേജ്. എനിക്കിപ്പോൾ ഈ ബമ്പർ ടു ബമ്പറിൽ തന്നെ കിട്ടുന്നതെന്ന് പറയുമ്പോൾ 45-50 കിട്ടും. ആലോചിച്ച് നോക്കിയപ്പോൾ മൈലേജ്. എല്ലാവരും എൻ്റെ അടുത്ത് ഫസ്റ്റ് ചോദിക്കുന്ന ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം ഇത് എൻ്റെ വണ്ടി അല്ല, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ അനിയൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവൻ നാട്ടിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ബാംഗ്ലൂർ വണ്ടി എടുത്തിട്ട് റൈഡ് വന്നത്. അപ്പോൾ എല്ലാവരും മെയിനായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടിക്ക് ഈ ഇത്ര പ്രൈസ് എന്തിനാണെന്നാണ്. 240 എങ്ങാണ്ട് ഇപ്പോൾ ഷോറൂം പ്രൈസ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്ര പ്രൈസ് കൊടുത്ത് ഈ വണ്ടി വാങ്ങേണ്ടതെന്ന് ചോദിക്കുമ്പം നമുക്ക് ആ കൂടി ജസ്റ്റ് പറയേണ്ടതായിട്ടുള്ള രണ്ട് കാര്യം. ഒന്ന് പവർ. അപ്പോൾ പവറെന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് വണ്ടികൾ ഈ പ്രൈസ് റേഞ്ചിൽ ഹയർ CC വണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഉള്ളതെന്ന് പറയുമ്പോൾ മൈലേജ്. കാര്യം ഈ ഒരു പെർഫോമൻസിൽ ഇത്രയും അധികം മൈലേജ് തരുന്ന വേറൊരു വണ്ടി ഇല്ല 150 CC കാറ്റഗറിയിൽ. എത്ര ആരും എന്ത് പറഞ്ഞാലും ഈ ഒരു കാറ്റഗറിയിൽ ഈ ഒരു പെർഫോമൻസിന് മൈലേജ് തരുന്ന വണ്ടിയില്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഫ്യൂവല് ഇപ്പം തന്നെ റിസർവായിട്ട് 45 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ടൈം പെട്രോൾ ഫില്ല് ചെയ്യുമ്പോൾ ബമ്പർ ടു ബമ്പറാണ് ഞാൻ പറഞ്ഞത്. പെട്രോൾ 90 അടുപ്പിച്ചിട്ടാണ് പെട്രോൾ ഫില്ല് ചെയ്തത്. വണ്ടി അത്യാവശ്യത്തിന് നല്ല ഇത് ഓടുന്നുണ്ട്. പിന്നെ ഞാൻ വലിയ വെറുപ്പിക്കലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വണ്ടിയിൽ. എനിക്കത് തീരെ ഇഷ്ടമില്ല. കാര്യം നമ്മൾ വണ്ടി അടിക്കുമ്പം അതിൻ്റേതായ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. നല്ല വെറുപ്പിക്കലും കാര്യങ്ങളില്ല. കാര്യം വെറുപ്പിച്ചിട്ട് എവിടെ പോകാനാണ്? ബാംഗ്ലൂരിൽ വെറുപ്പിച്ചിട്ട് പോവുകയാണെങ്കിൽ എത്ര വെറുപ്പിച്ച് പോയാലും ഇതേപോലെയാണ്. ഏതെങ്കിലും ഒരു സിഗ്നൽ കൊടുക്കും. പിന്നെ ആ സിഗ്നലിൻ്റെ ഇടയിൽ ചെന്ന് ഇങ്ങനെ നിൽക്കേണ്ടി വരും. വെറുപ്പിച്ചിട്ട് കാര്യമില്ല. ഇവിടെ മറ്റേക്ക് ഓട്ടുകയാണെങ്കിൽ എങ്ങനെ എത്ര ഓട്ടിച്ചാലും ആ ഒരു കണക്കിന് എത്തും. നമ്മളിപ്പോൾ ഉള്ളത് ഹൂഡി സിഗ്നലിലാണ്. പണ്ട് ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ചേട്ടാ, രാവിലെ 4 മണിക്ക് ഫുഡ് കഴിക്കാൻ വരും. ഫുഡ് കഴിക്കാൻ വരുമ്പം നല്ല അടിപൊളി പൂശിയും നല്ല ചമ്മന്തിയും കിട്ടുന്നുണ്ടായിരുന്നു അവിടെ. അത് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ
അത്ര ദൂരം ട്രാവൽ ചെയ്ത് തരും. അടിപൊളി. എന്നാൽ പൂരി എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. പൂരി സിഗ്നൽ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുകയാണെങ്കിൽ അയ്യപ്പനാറ്, TC പാളയ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഏതായിരുന്നു നമ്മുടെ KGF റൂട്ട് പിടിച്ച് KGF ആ ഒരു ഹൈവേയിൽ പോകും, അതായത് ചെന്നൈ ഹൈവേയിലോട്ട് പോകും. വീണ്ടും SD കാർഡ് കയറാണ്ടിരിക്കാണ്ട് പ്രാർത്ഥിക്കാം. ഫൈലൊക്കെ റിപ്പയർ ആവുന്നുണ്ട്, കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഇത്ര നേരം ചെയ്ത വീഡിയോസ് വേസ്റ്റാണ്. പക്ഷെ ബാംഗ്ലൂർ ആർക്ക് വേണമെങ്കിലും ഒന്ന് ജീവിക്കാൻ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അതാണ്. ആർക്ക് വേണമെങ്കിൽ, പൈസ ഉള്ളവനും ഇല്ലാത്തവനും ആർക്ക് വേണമെങ്കിലും ഒന്ന് ജീവിക്കാം. എങ്ങനെ വേണമെങ്കിലും പണിയെടുക്കാം. പണി ഇഷ്ടംപോലെ പണിയുണ്ട്, പക്ഷെ കണ്ടുപിടിക്കണം. ഞാൻ ഇന്ന പണിയേ ചെയ്യൂ, എനിക്ക് എന്നെ കൊണ്ട് ഈ പണി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അത് സീനാണ്. കാര്യം ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് അത് അടുത്ത വ്ളോഗ് അതിടാം കേട്ടോ, എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് പറഞ്ഞു തരാം. മിനിമം എങ്ങനെ നോക്കിയാലും മാസം ഒരു വണ്ടി പോലും വേണ്ട കയ്യിൽ. നമുക്ക് സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ പണിയെടുക്കണമെങ്കിൽ ഒരു വണ്ടി പോലും വേണ്ട. സ്വന്തമായിട്ട്, അതായത് നമുക്ക് സ്വന്തമായിട്ട് വണ്ടി വേണ്ട ഇവിടെ പണിയെടുക്കാനായിട്ട്. ഇവിടെ EV റെൻ്റൽസ് തന്നെ ഒരുപാടുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾ റെൻറ്റിന് ഒരുപാട് പേര് തരുന്നുണ്ട്. അപ്പോൾ ആകെക്കൂടി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഡെയിലി 200 രൂപ നമ്മൾ ബൈക്കിൽ പെട്രോൾ അടിക്കേണ്ട ഇതേ ഉള്ളൂ. നമ്മൾ ഡെയിലി ഫുഡ് ഡെലിവറി ആയാൽ പോലും 300 രൂപയ്ക്ക് പെട്രോൾ അടിക്കും. ഡെയിലി 200 രൂപ റെൻ്റൽ. പിന്നെ ബാറ്ററി സ്വൈപ്പിംഗ് ആണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ബാറ്ററി ഉണ്ടാവണം അവിടെ. എല്ലാ സ്റ്റേഷനിലും ബാറ്ററി ഉണ്ടില്ല എന്നല്ല, എല്ലാ സ്റ്റേഷനിലും ബാറ്ററി കിട്ടും. അപ്പോൾ ഡെയിലി 200 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്വൈപ്പ്, ഉളു, പിന്നെ വേറെ 1-2 കമ്പനികളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് പേരൊന്നും അറിയില്ല. അപ്പം ഇതുപോലത്തെ ഒരുപാട് EV റെൻ്റൽസ് കിട്ടും. ആർക്ക് വേണമെങ്കിലും ബാംഗ്ലൂരിൽ ഒന്ന് പണിയെടുക്കാൻ. ഈ വണ്ടി റെൻറ്റിനെടുക്കുക, ഫുഡ് ഡെലിവറിക്ക് പോവുക. മിനിമം എങ്ങനെ നോക്കിയാലും ഒരു 20-25 രൂപ മാസം കയ്യിൽ കിട്ടും. പിന്നെ ഫുഡ് ഡെലിവറി കമ്പനികൾ ഒരുപാട് പേര് ഹയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡയറക്റ്റ് പോവുകയാണെങ്കിൽ അവർ ഇത് പിടിക്കും, മീൻസ് EV റെൻ്റൽ ശമ്പളത്തിന് പിടിക്കും. ഇത് U-ടേൺ ഉള്ള സിഗ്നലല്ല, U-ടേണിൻ്റെ ബ്ലോക്കാണ്. തൊട്ടപ്പുറത്തൊരു U-ടേൺ ഉണ്ട്, അതിൻ്റെ ബ്ലോക്കാണ്. ബ്ലോക്കുണ്ടില്ലേ, പോകുന്നുണ്ടില്ലേ ആ ഫുട്പാത്ത് കയറി. അതാണ് ഊലു ഏട്ടാ. ഇതേ ഫ്രണ്ടിൽ ഒരെണ്ണം നിൽക്കുന്നുണ്ട്. ആ സ്വിഗ്ഗി ഡെലിവറി. ഇപ്പോൾ ഇവിടുത്തെ സ്വിഗ്ഗി ഡെലിവറി ബോയ്സ് മാക്സിമം ഇപ്പോൾ ഉലുവാണ് യൂസ് ചെയ്യണം. കാര്യം കുറച്ച് നല്ലതെന്നാണ് തോന്നണം. ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്നപ്പോൾ എൻ്റെ സ്റ്റോർ മാനേജർ യൂസ് ചെയ്തിരുന്നത് ഉലുവാണ്. സ്റ്റോർ മാനേജറല്ല, അങ്ങനെ ഫ്രണ്ട് ഉപയോഗിച്ചാണ്. അങ്ങനെ പിന്നെ നൈസിൽ അതിൽ ടിപ്പ് ചെയ്ത് വരും. ആ ഒരു സീനാണ്. അപ്പം ഇതുപോലത്തെ റെൻ്റൽ സർവീസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പം മാക്സിമം ഈ ഫുഡ് ഡെലിവറിയോട് ഞാൻ പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരും നിങ്ങളെ നിർബന്ധിക്കില്ല ചെന്ന് ജോലി ചെയ്യും, എന്താടാ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്. നിനക്ക് പൈസ വേണോ, നീ ജോലി ചെയ്യും. ഫിക്സഡ് സാലറി അല്ല കേട്ടോ, ഒരിക്കലും ഫിക്സഡ് സാലറി അല്ല. ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു ദിവസം മിനിമം ഗ്യാരണ്ടി 1000 രൂപ 1500. പക്ഷെ അങ്ങനെ കൊടുത്തപ്പോഴേക്കും നമ്മളെ ടീംസിനെ കുറിച്ച് അറിയില്ലേ, വന്നു കഴിഞ്ഞാൽ ഒരു ഓർഡർ എടുക്കുന്നു, അരമണിക്കൂർ കഴിഞ്ഞ് വരുന്നു, തിരിച്ചു പോകുന്നു. അപ്പോൾ കമ്പനിക്ക് ഇങ്ങനെ അവർക്ക് മനസ്സിലായി. പിന്നെ അതിനുശേഷം പിടിച്ചതിന് ശേഷമാണ് ഇതൊക്കെ കട്ട് ചെയ്തത്. പിന്നെ റീസെൻ്റായിട്ട് ഒരു ജോബ് ഓപ്പണിംഗ് വന്നിട്ടുണ്ട്. മിനിമം ഗ്യാരണ്ടി 1000 സംതിങ് ആണ്. ആംബുലൻസ് വരുന്നുണ്ട്, അതിന് വഴി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ വഴി കൊടുത്താൽ എമർജൻസിക്ക് പോകുന്നവർക്ക് പോകാൻ പറ്റും. ശരി, അത് പോട്ടെ.
അതേ കണ്ടില്ലേ, അവിടെ ഇട്ട് ബ്ലോക്ക് അടിച്ചത് നാറിയാണ്. എന്നാതൊരു സീനം നോക്ക്, ആംബുലൻസ് നിൽക്കുന്നുണ്ട്, അവിടെ ബ്ലോക്ക് അടിച്ചിരിക്കുന്നു പൊട്ടന്മാർ. In case of rash driving, please call. Scene മോനെ, ചുമ്മാ scene മോനെ. അല്ലേ ഇവിടെ ഒരു യൂ ടേൺ ഉണ്ട്, അതിൻ്റെ ബ്ലോക്കാണിത്. ഇനിയിപ്പോൾ ഫ്രണ്ടിൽ ഫുള്ള് റോഡ് മൊത്തം എം ടി ആയിരിക്കും. മെല്ലെ പോയാലും ഒരു കുഴപ്പമൊന്നുമില്ല. ആ അത് പോട്ടെ. അപ്പം പറഞ്ഞു എന്ന് പറയുമ്പോൾ ജോബ് വേക്കൻസി. അപ്പം റീസെൻ്റായിട്ടൊരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. മിനിമം ഗ്യാരണ്ടി 1000 രൂപയാണ് കേട്ടോ. 1000 കറക്റ്റ് 1000 രൂപ മിനിമം ഗ്യാരണ്ടി വരും. ഡ്യൂട്ടി എന്ന് പറയുന്നത് ഒരു 5 കിലോമീറ്റർ സർക്കിളിലാണ്. ഓർഡർ വരുന്ന ഓർഡർ എടുക്കണം. ഓർഡർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഡെയിലി മിനിമം ഗ്യാരണ്ടി 1000 രൂപ അവർ തരും. ഇത് എന്തെന്നറിയോ, ഈ പെറ്റ്സിനായിട്ടുള്ള ഫുഡും മെഡിസിനും ഡെലിവറി ചെയ്യുന്ന ഇതാണ്. അവിടെ വന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് ഒരു മന്ത് മുമ്പ്. ഇപ്പം വാക്കൻസി ഉണ്ടോയെന്നൊന്നും അറിയില്ല. 4 ലൊക്കേഷനിൽ അവർ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. വാക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞാനത് അന്വേഷിച്ചിട്ട് പിൻ ചെയ്യാം. പിന്നെ ഇതിനൊക്കെ നമുക്ക് ഒരു ചിന്തയുണ്ടാവും. നമ്മൾ ഈ ജോബിന് കയറുകയാണെങ്കിൽ ബൈക്ക് നമുക്ക് വേണ്ടേ, എങ്ങനെ ബൈക്ക് എടുക്കും, നമ്മൾ ബൈക്കില്ലാണ്ട് എങ്ങനെ ഈ ജോലി ചെയ്യും? അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ EV റെൻ്റൽസ് ഒരുപാടുണ്ട്. ഇതുപോലത്തെ ജോലിക്ക് ലാഭം EV ആണ്. കാര്യം പെട്രോൾ അടിച്ച് ഇവിടുത്തെ ട്രാഫിക്കിന് മാക്സിമം പെട്രോൾ അടിക്കേണ്ടി വരും. പക്ഷേ EV ആണെങ്കിൽ നമുക്ക് ബാറ്ററി സെറ്റ് ചെയ്താൽ മാത്രം മതി. പക്ഷേ കുറച്ച് വെയിറ്റിംഗ് ടൈം എന്നേ ഉള്ളൂ. ഡെയിലി 200 രൂപ കൊടുക്കുകയാണെങ്കിൽ EV കിട്ടും. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾ EV തന്നെ എടുത്ത് ഓടിക്കണമെന്നല്ല. നിങ്ങളുടെ കയ്യിൽ വണ്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ EV എടുക്കേണ്ട ആവശ്യമില്ല, വണ്ടി കൊണ്ടുവരിക. വണ്ടി ഇല്ലാത്തവരടുത്താണ് ഞാൻ പറയുന്നത് കേട്ടാ. പക്ഷെ ആ സൈഡ് നല്ല മഴയുണ്ടെന്ന് തോന്നുന്നു. കാര്യം അവിടെ നല്ല ഇറിറ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജോലി ഇതുപോലെ വന്ന് അന്വേഷിച്ചിട്ട് ജോലികൾ ചെയ്യാം. കാര്യം നാട്ടിൽ ഒരുപാട് ടീംസ് എന്താ ചെയ്യാമെന്നറിയാണ്ട് ഞാനും അതുപോലെയൊക്കെ കിടന്നെയാണ്. എന്ത് ജോലി ചെയ്യുക, എന്താ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് അടുത്ത വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാം. ഈ ബിൽഡിങ് നൈറ്റ് കാണാൻ ഒരു രക്ഷയില്ലാട്ടാ. ഫുള്ള് ലൈറ്റും കാര്യങ്ങളുമായിട്ട് അടിപൊളിയായിരിക്കും. ഇതൊക്കെ ഒരു ടൈമിൽ നല്ല വൈറലായ ഒരു ബിൽഡിങ്ങാണ്, ഡ്രോൺ ഷൂട്ട് ചെയ്തിട്ട്. പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു IT പാർക്കിനകത്ത് കൊണ്ടുപോകട്ടെ. ആ ബിൽഡിങ്ങിനകത്തല്ല, IT ക്യാമ്പസിനകത്ത്. അപ്പോൾ അവിടുത്തെ ഒരു വ്ളോഗ് ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴയായിരുന്നു, ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞിരുന്നില്ലേ അന്ന്, ഞാൻ ഫസ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ സ്റ്റാർട്ടിങ്ങിൽ, അത് ഈ റൂട്ടാണ് കേട്ടോ. ഇവിടുന്ന് സ്ട്രൈറ്റ് നമുക്ക് ലെഫ്റ്റാണ് പോകേണ്ടത്. പക്ഷേ ആ നാറ് പറയുന്നത് ഈ ജംഗ്ഷനിൽ വന്നിട്ട് ലെഫ്റ്റാണ് കയറേണ്ടത്. പക്ഷേ നാറ് പറഞ്ഞിരുന്നത് നമുക്ക് സ്ട്രൈറ്റ് പോകാനായിട്ട്. അങ്ങനെയാണ് പണി കിട്ടിയത്. നമുക്കിവിടുന്ന് പോകേണ്ടത് റൈറ്റാണ്. പിന്നെ ഇവിടുത്തെ ഒരു സീൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് പോകാൻ പറ്റില്ല, ഡയറക്റ്റ് റൈറ്റ് പറ്റില്ല. നമ്മൾ അവിടെ ചെന്നിട്ട് U-ടേൺ എടുത്തിട്ട് വേണം പോകേണ്ടത്. സംഭവം ഇത്രയേ ഉള്ളൂ. 12-11 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. ഇതിന് നമ്മൾ ഓടുന്ന ദൂരം, അതായത് ട്രാഫിക് കാരണമാണ് ഇത്ര ടൈം കിട്ടുന്നത്. നമുക്ക് അടിച്ചോ ഒന്നും നോക്കണ്ട. 2 വണ്ടി പോയിട്ട് പോയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയിൽ കാര്യമായിട്ട് തട്ടും. വേറൊരു ഫോൾഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ തട്ടാത്തത്.
മാത്രമേ ഉള്ളൂ. ഇവിടെ വണ്ടി ഓടിക്കണമെങ്കിൽ കുറച്ച് പ്രോ ആയിരിക്കണം കേട്ടോ. ചെറിയൊരു പ്രോ ആയിരുന്നാൽ മാത്രമേ, വലിയൊന്നുമില്ല, ചെറിയ തോതിലൊരു പ്രോ ആയിരുന്നാൽ മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റും. കാര്യം ഇതുപോലെ കുത്തി കയറ്റി പോകാണ്ടിയുണ്ട്, അല്ലെങ്കിൽ പോകാൻ പറ്റില്ലേ. അല്ലെങ്കിൽ സീനാണ് മോനെ ബാംഗ്ലൂർ. നമുക്ക് ഇവിടെ നിന്നൊരു യൂട്ടേൺ ഉണ്ട്, യൂട്ടേൺ അടിക്കാം. യൂട്ടേൺ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഇവരിതുപോലെ യൂട്ടേൺ വെക്കുന്നതുകൊണ്ട് കുറേ പ്ലസ് ഉണ്ട്. എന്തെന്നറിയാം, ഒന്നാമത്തെ കാര്യമായിട്ടുള്ള ബ്ലോക്കും കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാം. യൂട്ടേൺ വെക്കുന്നത് കാരണം നമ്മൾ കുത്തിയെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിന് പോകേണ്ട വരുന്ന ലെഫ്റ്റിലോട്ടാണ്. അവിടെയും സിഗ്നൽ വീണു, സിഗ്നൽ വീണു. നമുക്കല്ലേ ബോട്ടൊക്കെ ഓട്ടോമാറ്റിക്. ഫ്രണ്ട് എന്ന് വിളിച്ചില്ലേ, ഞാൻ എന്താണെന്ന് വീണ്ടും ബ്ലോക്ക്. ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്നേരം നമ്മളവിടെ നിൽക്കുമായിരുന്നു. ഇവിടെ അത്യാവശ്യത്തിന് ബ്ലോക്കുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ ബ്ലോക്കുള്ള ഒന്ന് രണ്ട് സ്ഥലങ്ങളിലായിരുന്നു, അടുത്ത സ്ഥലങ്ങളിലായിരുന്നാണിത്. ഇവിടെ എത്ര പെട്ടെന്നാണ് വളർന്നതെന്ന് അറിയോ, എത്ര പെട്ടെന്ന്. പിന്നെ വേറെ ഒരു ഏരിയ ഉണ്ട്, കണ്ണടച്ച് തുറക്കും മുമ്പേ ചട്ടപ്പെട്ടാന്നുള്ള വളർച്ച. ഒരു കൊല്ലം തികച്ചെടുത്തില്ല ആ ഒരു വളർച്ചയ്ക്ക്. അമ്മാതിരി സ്പീഡായിട്ടാണ് വളർന്നത്. ഇവിടെ ഇനി അത്യാവശ്യത്തിന് കുറച്ച് ദൂരത്തിന് ബ്ലോക്ക് ഉണ്ടാവും. അപ്പം നമ്മളെ നാട്ടിൽ MT ഓടിക്കുന്ന രീതിക്ക് ഇവിടെ ഓടിക്കുക, എന്നാലേ നമുക്കിവിടെ കയറി പോകാൻ പറ്റും. MT പുഷ് ചെയ്ത് ഓടിച്ചാൽ ഇവിടെ കയറി പോകാൻ പറ്റും. ഇല്ലെങ്കിൽ ഓരോ ബ്ലോക്കിലും ബ്രേക്ക് ഓടിച്ച് ഇവിടെ ഒന്നും മഴ പെയ്തില്ല. രാവിലെ അനിയത്തിയെ വിളിച്ചപ്പം പറഞ്ഞാൽ ഇവിടെ മഴ പെയ്തിരുന്നു, നല്ല മഴയുണ്ടത്. ഇവിടെ ഉണ്ടല്ലേ റോഡൊക്കെ ഉണങ്ങിയിട്ട്. അവരിങ്ങനെ കയറും, അവർ കയറിക്കൊണ്ടേയിരിക്കും. നമ്മൾ കയറുന്നു എന്ന് കണ്ടാലും അവർ കയറും. അതൊക്കെ സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് കയറണം. ശരിക്കും ഞാൻ ഇന്ന് ഡ്യൂട്ടി എടുക്കാനുള്ളതാണ്. ഞാൻ ഇന്നലെ കിടന്നപ്പോൾ നല്ല ലേറ്റായി ഒന്നാമത്തെ കാര്യം. പിന്നെ രാവിലെ അലാറം വെച്ച് അടിച്ച സൗണ്ട് പോലും കേട്ടില്ല. പിന്നെ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ മഴ. കാരണങ്ങൾ ഒരുപാടുണ്ട്. ഇനി നാളെ സൺഡേ, ഇനി തിങ്കളാഴ്ച മുതൽ മംഗളകരമായി ഒന്ന് ഡ്യൂട്ടി തുടങ്ങണം. കയ്യിലെനിക്ക് പൈസയില്ല, പെട്രോൾ അടിക്കാൻ പോലും പൈസ ഇല്ലാണ്ടായി കയ്യിൽ. ഇനിയിപ്പോൾ അനിയത്തിയെ വിളിച്ചിട്ട് വേണം പൈസ ചോദിക്കേണ്ടത്. എന്നാലേ എനിക്ക് അടുത്തിന് തിങ്കളാഴ്ച ഡ്യൂട്ടി എടുക്കാൻ പറ്റൂ. പിന്നെ നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയുടെ ആനിവേഴ്സറി സെലിബ്രേഷനാണ്, അമ്മേച്ചൻ്റെ. അപ്പോൾ തിരിച്ച് വീണ്ടും ഇതേ റൂട്ട് തന്നെ നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പോൾ അതിനും പെട്രോൾ അടിക്കണം. എല്ലാം കൊണ്ടും മംഗളമായിട്ട് ഞാനിപ്പോൾ ഓടിച്ച് നിങ്ങളെല്ലാവരും കണ്ടൊന്ന് സെഷന് ശേഷം വേണം ഈ ചാനലൊക്കെ ഒന്ന് അപ്ഗ്രേഡായി നമ്മുടെ സ്കൂൾ മച്ചാനെ പോലെ ഒരു നല്ല ഹൈപ്പർ ബൈക്കൊക്കെ എടുത്ത് നല്ല റൈഡിന് പോകേണ്ടത്. നമ്മളൊരു ബൈക്കെന്ന് പറയുമ്പം ഏതാണെന്നറിയോ, GS ആണ്. അവിടെന്ന് പോവും. ഇതാണ് സീനവിടെ.
അപ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തുന്നത്? എന്നിട്ട് വേണം ഒരു നല്ലൊരു ക്യാമറ എടുത്ത്. ശരിക്കും ഞാൻ നാട്ടിൽ എന്ത് ചെയ്യണമെന്നൊരു പ്ലാനില്ലാണ്ട് വന്നിട്ട് ഫുഡ് ഡെലിവറി ചെയ്യാനുള്ള പ്ലാനിലേക്ക് ബാംഗ്ലൂർ വന്നതാണ്. ഞാൻ ചെയ്തതുമാണ്. പക്ഷേ എനിക്കിവിടെ വെച്ചൊരു ഇൻസിഡൻ്റ് ഉണ്ടായി. വലുതൊന്നുമല്ല, ചെറുതായിട്ടുള്ള. അപ്പം എല്ലാവർക്കും പറ്റുന്നതാണ് ഡെലിവറി ബോയ്സിന്. സാരി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്വിഗ്ഗിയിലൊരു ഓർഡർ എടുത്ത് കൊണ്ട് കൊടുക്കാൻ നേരത്ത് നല്ല ബ്ലോക്കായിരുന്നു. നല്ല ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നല്ല ബ്ലോക്കായിരുന്നു. മാർത്തള്ളി റൂട്ട് ഡെലിവറി മാർത്തള്ളി സൈഡായിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് ഡെലിവറി എടുത്ത് ബ്ലോക്ക് എത്തിയപ്പോഴേക്കും റീറൂട്ട് ചെയ്ത്, ഞാൻ റൂട്ട് ശ്രദ്ധിച്ചില്ല, റീറൂട്ട് ചെയ്ത് മാപ്പ്. ഞാൻ ആ റൂട്ട് തന്നെ പോകുന്നുണ്ട്. പോയി തൊട്ടടുത്തെത്തിയപ്പോഴേക്കും ഓന് ഓർഡർ ക്യാൻസൽ അടിച്ച്. ഓനെ വിളിക്കുന്നുണ്ട്, ഫുഡ് കസ്റ്റമർ എന്നെ വിളിക്കുന്നുണ്ട്. ഒരു പയ്യനായിരുന്നു കേട്ടോ. കസ്റ്റമർ എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ ഫുഡ് എടുത്ത് അവൻ്റെ അടുത്ത് പറഞ്ഞു ഞാനിപ്പോൾ എത്താം എന്ന് പറഞ്ഞിട്ടും കേൾക്കാൻ. അതായത് ഒരു നിയർ ബൈ ഒരു 1 കിലോമീറ്റർ. അവൻ പിൻ ചെയ്ത ലൊക്കേഷനല്ല ഞാൻ കൊണ്ടെത്തിക്കേണ്ടത്. പിൻ ചെയ്ത ലൊക്കേഷനിലല്ല കൊണ്ടെത്തിക്കേണ്ടത്. വേറെ ഒരു ലൊക്കേഷൻ പറഞ്ഞ് അവിടെയാണ് എത്തിക്കേണ്ടത്. ശരിക്കും അങ്ങനെ എത്തിക്കാൻ പാടില്ല. കസ്റ്റമർ കെയർ അടുത്ത് വിളിച്ച് പറയണം. ഈ നാറി ഓർഡർ ക്യാൻസൽ അടിച്ചു. കസ്റ്റമർ ഓർഡർ ക്യാൻസൽ അടിച്ചിട്ടാണെങ്കിൽ സീനായി. ഞാൻ പിന്നെ ഒന്നും ഓർഡർ എടുത്തിട്ടില്ല. അത് ഒരുമാതിരി സീനായിട്ട് പിന്നെ ഞാൻ നേരെ വീട്ടിൽ വന്ന് കിടന്ന് പിന്നെ ഓടുന്നത് വേറൊരു സംഭവമാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അത് ഞാൻ സസ്പെൻസ് ആക്കിയിട്ട് അടുത്ത വ്ളോഗിൽ നമ്മൾ ഡ്യൂട്ടി എടുക്കുന്നതിന് കാണിച്ചു തരാം. ഉടുപ്പിയിലൊക്കെ നല്ല ബിസിനസ് നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അടയാളം കാണുന്നുണ്ടോ? ഇവിടെയാണ് മഴ പെയ്തെന്ന് പറഞ്ഞ്. നല്ല മഴ, ചെറുതല്ല, അത്യാവശ്യത്തിന് നല്ല മഴ പെയ്ത സ്ഥലം. നാട്ടിലൊരു 1 ഡിസ്റ്റുണ്ട് കേട്ടോ. അടുത്ത ഡിസ്റ്റിക്ക് മേലെ ഡിസ്റ്റ്. ഞാൻ മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഫോണിലല്ലേ. ഞാൻ വന്ന് തന്നേരം അതുണ്ട്. ഫോണിലൊരു കോൾ വന്നാൽ പിന്നെ തീർന്നു. എനിക്ക് ഫ്ലൈറ്റ് മോഡ് ഇടാനും മറന്നുപോയി. സീന് എന്ത് പറയാനായിട്ട്. നേരിച്ചൊക്കെ കണ്ട് വണ്ടി ഓട്ടിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഈ ബിൽഡിംഗ് ഉണ്ടല്ലേ, ഈ വലത്തെ സൈഡ് ഓറഞ്ച് ബിൽഡിങ്. അതെന്താണെന്നറിയോ? അത് MRP ആണ്. 2 ഫ്ലോറാണ്. ഈ വലിയ സൂപ്പർ മാർക്കറ്റ് പോലെ 2 ഫ്ലോറ്. ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം വൈനും, ഗ്രൗണ്ട് ഫ്ലോറിൽ നോർമലാണ്. ബാക്കിൽ ബിയറും, ഫ്രണ്ടിൽ അതായത് ഓരോ സെക്ഷൻ വെച്ച് അവർ അടുക്കി വെച്ചിട്ടുണ്ട്. അതാണ് അവിടുത്തെ അവസ്ഥ. നമ്മളിപ്പോൾ ഉള്ളത് എവിടെയെന്ന് പറയാം, വർത്തൂർ ജംഗ്ഷനിലാണ്. ഇവിടെ നിന്ന് റൈറ്റ് പോകണമെങ്കിൽ നമുക്ക് മാർത്തള്ളിയിലോട്ട് പോകാം. സ്ട്രൈറ്റ് പോകണമെങ്കിൽ നമുക്ക് ബലിഗരി റോഡിലോട്ട് പോവാം. ഇവിടെ കുറച്ച് മാർക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ, വലിയ മാർക്കറ്റ്. പക്ഷേ നമ്മുടെ KR മാർക്കറ്റിൻ്റെ അത്ര വലുതൊന്നും അല്ല. അതായത് ഈ നാട്ടിൻ്റെ ഒരു വലിയ മാർക്കറ്റ്. ഇവിടെ ഇത്ര ട്രാഫിക് ഇല്ലാത്തൊരു ബ്ലോക്ക് ഇല്ലാത്തൊരു മെയിൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സമയമാണ്. രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ കുടുങ്ങിയനെ അതേ വാടച്ചില്ല. അതേ അവിടെ നിൽക്കുന്നുണ്ട് ബ്ലോക്ക്. വാടച്ച് തുറന്നില്ല, ബ്ലോക്കില്ല. നല്ലത് പറയാൻ പാടില്ല. ഏതാണ് നല്ലത് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല. ദിസ് ഈസ് ബാംഗ്ലൂർ മച്ചാ. പണ്ടൊരു സംഭവം ഉണ്ടായിട്ടാ. ബാംഗ്ലൂർ ഡേയ്സ് സിനിമയൊക്കെ കണ്ട് ഒരുപാട് പേര് ബാംഗ്ലൂർ ഇറങ്ങിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ജോലിയൊക്കെയാന്ന് പറയുന്നത്. അവരൊക്കെ വൻ സീനൊക്കെ അടിച്ച് ഞങ്ങളുടെ മുമ്പിലൊക്കെ ഇതൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. പക്ഷേ അന്നത്തെ ബാംഗ്ലൂരല്ല ഇന്നത്തെ ബാംഗ്ലൂർ ഒരുപാട് മാറിയിട്ടുണ്ട്.
ഒരുപാട് തൊഴിലവസരങ്ങൾ ആർക്ക് വേണമെങ്കിലും വന്ന് ജോലി ചെയ്യാം. അന്ന് ഉണ്ടായിരുന്നു, പക്ഷെ അന്നത്തെ ഇതല്ല. ഇന്ന് കുറച്ചുകൂടി ഫ്രീ ആയിട്ട്, അതായത് എന്താ പറയുക, നിങ്ങളെ ഫ്രീഡം നിങ്ങളുടെ കയ്യിൽ, ആ ഒരു സീനാണ്. പൈസ വേണം, അന്ന് പണിയെടുക്കണം, ആ ഒരു സീനാണ് ഇപ്പോൾ ബാംഗ്ലൂർ എല്ലാവരുടെ അടുത്തും പറയണത്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും വരാം, വന്ന് പണിയെടുക്കുക, പൈസ ഉണ്ടാക്കുക, സെറ്റാവുക. ഞാനിവിടെ വന്നതൊരു പ്ലാനിലാണ്, ജസ്റ്റ് ഇത് മാത്രമായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഒരു പ്ലാന് സെറ്റാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ട് വേണം. ആ ഫണ്ടിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ജോലി ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, ബ്ലോക്കായി. അപ്പോൾ ആ ഫണ്ടൊന്ന് റെഡിയാവുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി എടുക്കുന്നു. ഫുള്ള് സെറ്റ്, സൈക്കിളൊക്കെ കൊണ്ട് കെട്ടിപ്പോകാനായിട്ട്. വാ വട്ടക്കുളം. So beautiful, so elegant, just looking like a wow. This is the അവസ്ഥ guys, this is the ഇവിടുത്തെ അവസ്ഥ. നമ്മൾ ഇവിടെ നിന്ന് കയറുകയാണെങ്കിൽ അവിടെ പോയി കയറാൻ പറ്റും. കയറാം, ഏതായാലും വന്നു 2 മിനിറ്റ് ഉണ്ടായാലും കയറാം. ഒരിക്കലും നല്ലത് ചെയ്യാൻ പാടില്ല എന്ന് ഇതുപോലെ കുടുങ്ങി പോകും. മഴ പെയ്ത സ്ഥലം ഇതാണ്, മഴ പെയ്ത സ്ഥലം. കുടിയല്ലേ, നല്ല വെള്ളപ്പാച്ചിലുണ്ടല്ലോ ഇവിടെ. എന്താണ് അവസ്ഥ? ഇപ്പോഴത്തെ ഗേറ്റൊക്കെ ഇവിടെ പോയി. മോനെ മെയിനായിട്ട് ഞാൻ ശരിക്കും ബാംഗ്ലൂർ വന്നത് ഇവിടെ പണിയെടുത്ത് ട്രാവൽ ചെയ്യാനുള്ള പ്ലാനിലാണ്. ട്രാവലിംഗ് ഒരു സൈഡുണ്ട്, പക്ഷെ എന്നാലും പിടിച്ചു നിൽക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ സേവിങ്സിനോടൊപ്പം ഇതൊരു സേവിങ്സാണ്. ട്രാവലിംഗ് ചെയ്യാൻ, ഇല്ലെങ്കിൽ ഫുൾ ടൈം വർക്കുകയാണെങ്കിൽ സീനാവും. നമുക്കുള്ള ലൈഫ് നമ്മൾ ചെറിയ തോതില്ലെങ്കിൽ എൻജോയ് ചെയ്തില്ലെങ്കിൽ ഒരു കാലം കഴിയുമ്പോഴും നമുക്ക് തന്നെ തോന്നിപ്പോവും, നമുക്കിത് ചെയ്താൽ മതിയല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. അപ്പം എത്ര ബിസി ആയിരുന്നാലും എൻ്റേതായിട്ടുള്ള ചെറിയ സമയങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ട്രാവലിങ്ങിനോടനുസരിച്ച് ഒരു ബിസിനസ് പ്ലാൻ ഇതുപോലെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് റെഡിയായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം മംഗളമാവുമായിരുന്നു. അതുകൊണ്ടൊന്നും അറിയില്ല, പ്രാർത്ഥിക്കാം. ഒന്നായിട്ടില്ലേ, ഞാൻ വന്നിട്ടിപ്പോൾ എൻ്റെ ഫോണ് സീനായിട്ട് 15 ദിവസമായി ഡ്യൂട്ടി കൊടുത്തിട്ട്. അതാണ് മെയിൻ സീൻ. ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ സീനായിട്ട് 15 ദിവസമായി ഞാൻ ഡ്യൂട്ടി കൊടുത്തിട്ട്. ഇനി തിങ്കളാഴ്ച മുതലാണ് അടുത്ത് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ഈ 15 ദിവസം കൊണ്ട് പിന്നെ ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല.
നമുക്കൊന്ന് ഓപ്പോസിറ്റ് കയറാം, കാരണം അടുത്ത റോഡിലാണ് ഒന്ന് പോകേണ്ടത്. ബസ് വരുന്നുണ്ട്, അതൊക്കെ മുന്നേ ചാടാം. ഓക്കെ, ഇവിടെ നിന്ന് അടുത്ത ജംഗ്ഷൻ വരെ പോകണം. പക്ഷെ ചെറിയ തോതിലുള്ള ബ്ലോക്ക് ഇവിടെ ഉണ്ട്. വൈകിട്ട് നമുക്ക് പോകാം, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നമ്മ എത്തി കേട്ടാ. നമ്മളിവിടെ നിന്ന് സ്ട്രൈറ്റ് പോകണമെങ്കിൽ നല്ല ബ്ലോക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് പോകുന്നില്ല, അതിന് പകരം ഒരു ഷോർട്ട് കട്ട്. ഇവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് അതാണ്, ഏതുവഴി ചെന്നാലും ഏതുവഴി വേണമെങ്കിൽ ചെന്ന് കയറാൻ പറ്റും. ഏത് വഴി വേണമെങ്കിലും ചെല്ലാം, ഏത് കൂടുവഴി കയറിയാലും എത്തും ഒരിടത്ത്. ബെന്നലേ വിചാരിച്ചത് ബെനലൈ 600 ആണെന്ന്. പക്ഷെ അത് ബെനലല്ല, ട്രയംഫാണ്. ട്രയംഫിൻ്റെ RS 765 ആണ്. കോട്ടയം വഴിമാറുന്നു. മോനെ
അടുത്ത റൈറ്റാണ് എടുത്ത് പോകേണ്ടത്. ഈ റൈറ്റ് എടുത്താൽ ഫുൾ ചുറ്റ്, അടുത്ത റൈറ്റ് എടുത്ത് പോകാം. ഓക്കെ. ഓ മാൻ, ആ ബ്ലോക്കിന് എത്രയോ കുഴപ്പമില്ലായിരുന്നു. വീണ്ടും ഇവിടെ കിടക്കണം. ഇതുവഴി കാറ് കയറുമ്പോഴാണ് അവിടുത്തെ ബ്ലോക്ക് ഉണ്ട്. ഇതുവഴി കാറ് കയറുമ്പോഴാണ് ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. ചൂടൊരു രക്ഷയില്ല കേട്ടോ. രാവിലെ മഴ പെയ്തെന്ന് ആരും പറയില്ല. ഇനിയിപ്പോൾ രാത്രി ഒരു മഴയുണ്ടാവും ഈ ചൂടെങ്കിൽ. മോനെ, വണ്ടി ഒന്ന് സർവീസ് ചെയ്തതാണ്. ഞാൻ സർവീസ് ചെയ്ത് 5 ദിവസം തികച്ചായിട്ടില്ല. ഇപ്പോൾ വീണ്ടും ഫുള്ള് ചെടിയാനായിട്ട്. നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ വ്ളോഗ് ചെയ്തിരിക്കുന്നു. സത്യം പറഞ്ഞല്ലേ, എൻ്റെ ആദ്യത്തെ വ്ളോഗാണിത്. ഞാൻ ഇങ്ങനെ ഇത്രയ്ക്ക് എന്ത് സംസാരിക്കണം എന്ന് ആലോചിച്ചിരുന്നേക്കാണ്. എന്തൊക്കെ സംശയം എനിക്കെന്നെ ഒരു പിടിയില്ല. എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ചാനൽ എത്ര സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമ്മളും ഒരു GS 310 ഒക്കെ എടുത്തിട്ട് GS 1300 ഒക്കെ എടുത്തിട്ട് 1300 എടുത്തിട്ട് അഡ്വഞ്ചർ എടുത്തിട്ട് നമുക്ക് കറങ്ങാൻ പറ്റും. പക്ഷെ എൻ്റെ ഒരു ആഗ്രഹമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലൊരു പഴയ ഐറ്റമുണ്ട്, റോയൽ എൻഫീൽഡ് 1960s. അതൊന്ന് കംപ്ലീറ്റ് റെഡിയാക്കണം. ഞാനത് കോവിഡ് സമയത്ത് കയറ്റിയതാണ്. വണ്ടി ഇതുവരെ എനിക്ക് ഇറക്കാൻ കിട്ടിയിട്ടില്ല. വണ്ടി ഇപ്പോൾ ഷെഡിലാണുള്ളത്. Okay. Oh, push. Auto full push. നമ്മളങ്ങനെ വിജയകരമായി അനിയത്തിയുടെ സ്കൂളിൻ്റെ അടുത്തെത്തി. ഫുൾ പൂസാണല്ലോ. ഓഫ് റോഡ് ചെയ്യാം. സ്കൂള് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഒന്ന് വിളിച്ചു നോക്കാം. സമയം എത്രയെന്ന് പോലും അറിഞ്ഞൂടാ. ഫോണിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഫോണെടുത്ത് പോകാനകത്തിട്ട് കാര്യം മൈക്ക് സീനാണ്, എല്ലാം സീനാണ്. അതുകൊണ്ട് റെക്കോർഡിങ് കഴിയുമ്പം ചിലപ്പോൾ കറപ്പുറന്ന് സൗണ്ടായി ആയിരിക്കും. ഇനി അതെങ്ങനെ മാറ്റണമെന്നൊരു പിടിയില്ല. ഇനി അതിൻ്റെ ഒരു ഫ്രണ്ടിന് അവരോട് ചോദിക്കണം. അവൻ അറിയാമെന്നുണ്ടെങ്കിൽ മാറ്റണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡാർക്ക് സീൻ അതോടുകൂടി തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി കാര്യം എഡിറ്റ് ചെയ്യണമെങ്കിൽ അവൻ്റെ വീട്ടിൽ തന്നെ പോകണം. ഇവിടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ബാംഗ്ലൂർ റൂം റെൻറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിമം ഒരു നല്ലൊരു ഏരിയയിൽ റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ലേ ഔട്ടുകളിൽ 2 BHKക്ക് 17 രൂപ ഏറ്റവും കുറഞ്ഞത്. സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോറൊക്കെ ആയിരിക്കും. ഗ്രൗണ്ട് ഫ്ലോർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ 25 അടുപ്പിച്ച് കൊടുക്കേണ്ടി വരും. 1 BHKക്ക് ഇവിടുത്തെ നോർമൽ ലേ ഔട്ടുകളുടെ റെൻ്റ് എന്ന് പറയുന്നത് ഒരു 10 to 12 ആയിരിക്കും കേട്ടോ. അതിനിടയ്ക്ക് തരില്ല, ആരും തരില്ല. പിന്നെ അത്യാവശ്യത്തിന് നല്ല ഏരിയ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സീനാണ്.
ഹാളും ബാത്റൂമും കൂടി മാത്രം 12,000 റുപ്യ വയ്ക്കും. അതാണ് സീന്. അപ്പം ഇപ്പം നല്ലത് എന്നൊന്നല്ല, ബാംഗ്ലൂരിൽ ഇപ്പോൾ എവിടെ താമസിച്ചാലും അത്യാവശ്യത്തിന് നല്ല ഏരിയകളാണ്, നല്ല സൗകര്യം എല്ലാ ഏരിയകളിലും എല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട വലിയ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ പഠിക്കാൻ വരുന്നവരും ജോലിക്ക് വരുന്നവരും ഒക്കെ അതിൻ്റെ തൊട്ടടുത്ത ഏരിയയിലൊക്കെ എടുക്കും. പിന്നെ ആ ഒരു സീനൊക്കെയാണ്. റെൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ചിലപ്പം വേരിയേഷൻ വരും, ചിലപ്പം കുറയും. അത് ഓണേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ച് കുറയ്ക്കേണ്ടത് കാര്യങ്ങളിലൊക്കെ നിങ്ങൾ കഴിവനുസരിച്ചിരിക്കും. അങ്ങനെ ഓടി അടിച്ചിട്ട് ഒരു രക്ഷയില്ല. രാവിലെ മൊത്തവും വെള്ളം. ഇവിടെയാണ് വെള്ളപ്പൊക്കത്തിൻ്റെ ഏരിയ. സൈഡാക്കിയിട്ട് അന്വേഷിച്ച് വിളിക്കാം. അപ്പോൾ നമുക്ക് സ്കൂളിലൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടുത്തെ സ്കൂളിൽ ക്യാമറ അലവൊന്നും അറിയില്ല, പക്ഷെ എന്നാലും ഒരു എൻട്രൻസ് കാണിച്ചു തരാം. ഇവിടെ ബാക്കിലാണ് തോന്നുന്നത് കേട്ടോ. ഓ ആ സൈഡ് തന്നെ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വ്ളോഗ് ഞാൻ ഇവിടെ നിന്ന് അവസാനിപ്പിക്കുന്നു. ഞാൻ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. നമുക്ക് എന്നാൽ പിന്നെ അടുത്ത വ്ളോഗിൽ കാണാം. മിക്കവാറും ഈ വ്ളോഗ് ഞാൻ ഇന്ന് ശനിയാഴ്ചയാണ്, മൺഡേ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ മൺഡേ ചെയ്യുന്നത് ട്യൂസ്ഡേ, അങ്ങനെ ഓരോ 1 by 1 ആയിട്ട് ഡെയിലി വ്ളോഗ് ചെയ്യാൻ നോക്കാം ഞാൻ. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഞാൻ ആ സ്കൂളിൻ്റെ അകത്തോടെ ഒന്ന് കയറ്റിയിട്ട് നൈസിലൊന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് NPS സ്കൂൾ. പക്ഷേ NPS സ്കൂൾ മാർത്തള്ളി, പക്ഷെ ഇത് മാർത്തള്ളിയില്ല കേട്ടോ, പുറത്തൂറാണ്. ബോർഡ് മാർത്തള്ളി എന്നിട്ടിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. ഹായ്. நான் நடந்து போறேன்னு சொன்னேன். இப்போ வந்துட்டான். அப்ப நீங்க போங்க, நீங்க மெதுவா போங்க, அப்ப சஞ்சய் வந்து பிடிக்கும். வரட்டும், தனியா தானே இருப்பீங்க. வரட்டும். பாத்தியா? I was thinking who is this Yavid's parent or something. இல்ல இப்படி யார் அடிங்க சார். സഞ്ജയുടെ പോയി ഇപ്പം. അവൻ വന്നതാ. സഞ്ജയ് കാണോ ആരംഭിട്ടെ ഏത് ஃபோன் கூட வைக்கல என்ன அவ்வளோ பிஸி. சார் ஐ அம் கோயிங் சார். நீங்க வாங்க வெளியே. சரி வைஃப்